CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കുന്നംകുളത്ത് ഉജ്ജ്വല സ്വീകരണം. ഉച്ചയ്ക്ക് 1:45 ജാഥ ക്യാപ്റ്റൻ വി.ഡി. സതീശൻ കുന്നംകുളത്തെത്തിയത്. വടക്കാഞ്ചേരി റോഡിൽ നിന്ന് തുറന്ന വാഹനത്തിൽ കയറി നഗരാഭിവാദ്യം ഏറ്റുവാങ്ങിയാണ് ജാഥ ക്യാപ്റ്റൻ സ്വീകരണ സ്ഥലത്തെത്തിയത്. വർണ്ണക്കാവടികൾ, വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണവും കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവും കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുള്ള ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖകൾ കൈമാറലും വ്യാഴാഴ്ച നടക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ബുധനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സത്യസന്ധത അവാർഡ് വിതരണവും രാജ്യപുരസ്കാർ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി. വെള്ളക്കെട്ടും വരൾച്ചയും അതിജീവിച്ച് കൊയ്തെടുത്ത നെല്ല് മില്ലുകാർ ഏറ്റെടുക്കുന്നില്ല. പെരുമ്പിലാവ് പൂയാംകുളം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ലാണ് പാടത്തും പറമ്പുകളുമായി കെട്ടിക്കിടക്കുന്നത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് എക്കോ സയൻസ് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. ഇരുമ്പപ്പെട്ടി ITC റോഡിലുള്ള യാത്ര ദുരിതപൂർണം. ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ബൽറാം ഇടഞ്ഞ് 1 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. ഉച്ചതിരിഞ്ഞ് 2:45 ആനയിടഞ്ഞത്. തെക്കേനടയിലെ ശീവേലിപ്പറമ്പിൽ തളച്ചിരിക്കുകയായിരുന്നു. ഇടഞ്ഞാൽ വലിയ രീതിയിൽ ആക്രമണകാരിയാകുന്ന കൊമ്പനാണ് ബൽറാം. അതുകൊണ്ട് തന്നെ പാപ്പാന്മാർ കനത്ത ജാഗ്രതയിലാണ് ആനയെ നിയന്ത്രിച്ചത്. കണ്ടാണശ്ശേരി MSS UP സ്കൂളിന്റെ 58ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടത്തി. ഇരുമ്പപ്പെട്ടി മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേലിയോടനുബന്ധിച്ചുള്ള പറപ്പുറപ്പാട് ആരംഭിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലിയുടെ ഇരിപ്പുവേല അധികാരപ്പറ പുറപ്പെട്ടു. വടക്കേക്കാട് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റം ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ ഫൊറോന പരിധിയിലെ വിവിധ ഇടവകകളിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു. കവിത കഫി പുരസ്കാരം കവി രാപ്രസാദിന് സമ്മാനിച്ചു. പട്ടാമ്പി കവിതാ കാർണിവലിലാണ് രാപ്രസാദിന് പുരസ്കാരം സമ്മാനിച്ചത്. ഷാല എന്ന കവിതയാണ് പുരസ്കാരത്തിന് അർഹമായത്. ഷുഹൈബ് കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷിത്വ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് രക്തസാക്ഷി അനുസ്മരണ സദസ്സ് നടത്തി. എഴുത്തുകാരി ശ്രീദേവി വിജയന്റെ സ്പർശം എന്ന നോവലിന്റെ പ്രകാശനം തൃശൂർ സാഹിത്യ അക്കാദമി വൈലപ്പുള്ളി ഹാളിൽ നടത്തി. യുവ എഴുത്തുകാരി ജിൻഷ ഗംഗ പ്രകാശനം നിർവഹിച്ചു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്സവബലി ഭക്തിസാന്ദ്രമായി. ഇരുമ്പപ്പെട്ടിയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ സവേര ഹോട്ടലിന്റെ ഉടമ പീതാംബരന്റെ നിര്യാണത്തിൽ ഇരുമ്പപ്പെട്ടി പൗരാവലി അനുശോചിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.